കാടും കാട്ടുമക്കളും അവിടെ ഇങ്ങനെ വണങ്ങുന്നേ. വണക്കം വണക്കം വണക്കം. എടി കാക്കാത്തിയേ, നാട് ചുറ്റി നഗരം ചുറ്റി വട്ടം കറങ്ങി വരികയാണവള്. കുഞ്ഞെ കുഞ്ഞൊക്കെ വരവ് കണ്ട ഇവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങളെ ഇങ്ങോട്ട് നോക്കി കണ്ട. അവരെന്ത് മര്യാദക്കാണ് ഇരിക്കുന്നത്. പക്ഷെ അവള് വരണ വരവ് കണ്ട. കാടും മേടും കുലുക്കി എല്ലാം കുലുക്കി കുലുക്കിയാണ് അവള് വരണത്. തന്നെ തന്നെ സത്യം തന്നെ. കാടും മേടും കടന്ന് കൈ നോക്കി കഥകളി ചൊല്ലി നാട്ടുവിശേഷം ചൊല്ലി എത്തി. എന്തൊക്കെ നാട്ടുവിശേഷങ്ങള്? വിശേഷങ്ങള് ദൈവത്തിന്റെ നാട് വല്ലാതെ മാറിപ്പോയിരിക്കുന്നു കേട്ടാ. കൊല്ലും കൊലയും നടമാടുന്ന നാടായി മാറിയിരിക്കുന്നു. അത് പെൺജാതികളും മോശമല്ല കേട്ടാ. സ്നേഹവും മാത്രം മതി. ഞങ്ങൾ തന്തോയത്തില്ല തമ്പുറ, തന്തോയത്തില്ല. എന്താണ് മൂപ്പ ഇത്ര സന്തോഷം? വറുതിയായിരുന്നേ ഈ അടിയനും അടിയാത്തിയും കാടിറങ്ങി വരുന്നത് വരെ. അടിക്കാട് മാന്തി കാട്ടുകിഴങ്ങ് കിട്ടാത്ത കാലത്ത്, ആകാശം പൊള്ളിയാതെ പെറ്റു കൂട്ടണ കാലത്ത് അന്ന് ഇറങ്ങിയതാ. മറാനും കൂടുവല്ലോ. കൂടാ നീ കളിക്കുവാ. എന്നാൽ നമുക്ക് തുടങ്ങ. പെഞ്ചാതി വന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് കാട്ടിലായി ചെറിയും നിങ്ങൾ രണ്ടാളും ഒരുപോലെ. പിന്നെ ഈ പാതി ആണും പാതി പെണ്ണും. തന്തോയ തന്തോയ. ദേവി, അവർ പറഞ്ഞത് കേട്ടോ? പാതിയാണും പാതി പെണ്ണും. എത്ര ലാഘവത്തോടെയാണ് ഈ ആദിവാസി കൂട്ടം അർദ്ധനാരീശ്വര സങ്കല്പത്തെപ്പറ്റി സംസാരിക്കുന്നത്. അറിവ് ഉള്ളവന്റെ മലമുകളിൽ മാത്രമല്ല, അടിക്കാട്ടിലുമുണ്ടെന്ന് എത്ര മനോഹരമായാണ് അവർ സമർത്ഥിക്കുന്നത്. അതെ നാഥ, ഇവിടമാണ് യഥാർത്ഥ സ്വർഗം. എല്ലാ സുഖദുഃഖങ്ങളും ഒന്നിച്ചനുഭവിക്കുന്ന ഈ ഭൂമി. മനുഷ്യർ നന്മ മാത്രം പ്രതീക്ഷിക്കുമ്പോൾ അവർ ദൈവത്തോടും വളരുന്നു. ആദ്യമധ്യാന്തങ്ങളുടെ കൂട്ടുവായനയല്ലേ നാഥ ജീവിതം, ദാമ്പത്യം. അത് ഭൂമിയിൽ മനുഷ്യന് മാത്രമാണുള്ളത്.
അല്ലേ? ആ നാഥ, ഒരു വിശേഷമുണ്ട്. പ്രിയേ, അറിഞ്ഞു ഞാൻ നിന്റെ ഉള്ളിലെ ജീവന്റെ തുടുപ്പിനെ അറിയിക്കാതെ കടഞ്ഞെടുത്തു നിന്റെ കടക്കണ്ണിലെ കറുപ്പിനെ. സുബ്രഹ്മണ്യനും ഗണപതിക്കും ജന്മം കൊടുത്ത എന്റെ ജീവന്റെ നിയോഗമേ, നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് കാർഷിക വൃത്തി ജീവിത ഉപാധിയായി എടുത്ത ഈ വയനാടൻ കർഷക ജന്മങ്ങൾക്ക് നാളെ ദൈവം